പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നെ വേറെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പാഴ്ത്തടി പോലെ. പക്ഷേ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ കേൾക്കുന്നു. പക്ഷേ ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് അറിയാവുന്ന സത്യമുണ്ട്, നമ്മുടെ പല വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലെന്ന്. മൈൻഡ് ഇറ്റ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ലെന്ന്. സത്യമായിട്ടറിയാം, എനിക്കറിയാം. നിങ്ങളെ ഉടമ്പടിയിൽ എന്നെ കാണുമ്പോൾ ഞാൻ ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്, സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ മക്കളെ. ലൂക്ക 5:5 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കാരുണ്യമേ വരുവേദിയിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 5:5 ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാണ് സിറ്റുവേഷൻ. ദൈവത്തിനും അറിയാം, ശിമയോനും അറിയാം, നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. സമാധാനം, ഇതിന് ഈ പരിഹാരമില്ല. എന്താ പറയണത്? മക്കളെ, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പകല് അധ്വാനിച്ചാൽ നല്ല ഞാൻ ഇസ്രയേലിൽ കർത്താവ് സഞ്ചരിച്ച എല്ലാ സ്ഥലത്തും വള്ളത്തെ പോലുള്ളതാണ്. 43 ഡിഗ്രി ചൂടുണ്ട്. ആ സമയത്ത് ഒറ്റ വള്ളക്കാരും ഈ ഗലീല കടലില്ല. എന്താ കാര്യം? നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയ ബോട്ടിൽ മാത്രം അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് വേർക്കണം മനുഷ്യൻ. ഞാനവിടുത്തെ എൻ്റെ ഈശോ, നീ ഈ ചൂടിലാണ് അങ്ങോട്ട് കിടന്ന് നടന്നതെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചാണ് കർത്താവിനോട്. പക്ഷേ എന്താ പ്രോബ്ലം? നല്ല ചൂടായ കാരണം ഈ മീനൊന്നും മുകളിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇവർ രാത്രി പോണത്. രാത്രി ആകുമ്പോൾ കടൽ തണുക്കും, ചൂടുവെള്ളമൊക്കെ തണുത്ത് പോകും. 2 മണിയാകും രാത്രി. കാര്യം വെള്ളം തണുക്കണത് കര തണുക്കണ പോലെ അല്ലല്ല, വെള്ളം തണുക്കണത് കുറഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ കടലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം. ഞാൻ രാത്രി കടലിൽ പോയിട്ടുണ്ട്. ആൾക്കാർ കാണാതെ, കടലിൽ പോയവരെ കാണാതിരുന്ന സമയത്ത് ഞാൻ ഒരു രാത്രി മുഴുവനും കടലിൽ പോയി, കൊച്ചി തൊട്ട് അമ്പലപ്പുഴ വരെ 90-ലെ. അപ്പോൾ ആ സമയത്ത് അറിയാം കടലിലെ വെള്ളം ചൂട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോണത്. രാത്രി പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയണത്. സൊല്യൂഷൻ ഇല്ല. ക്ലിയർ അല്ലേ? സൊല്യൂഷൻ ഇല്ല. 2 കാര്യം. എന്താ പ്രശ്നം? പകല് പണിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ രാത്രി പോയിട്ട് രാത്രിയും മീനില്ല. ദാറ്റ് മീൻസ് എന്താ? കടലിൽ മീനേ ഇല്ല. അതാണ് പ്രശ്നം. സൊല്യൂഷൻ ഇല്ല. പിന്നെ എന്താ 10 ദിവസം പറയണത്? നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്, ഞങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇതുപോലെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കും അറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. 4 കോടി കടമുണ്ട്. ആകപ്പാടെ ഒരു 10 സെൻറ്റ് 1 ഏക്കർ സ്ഥലമുണ്ട്. സൊല്യൂഷൻ എന്താ? നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ദൈവത്തിനറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. കറക്റ്റല്ലേ സംഭവം? അതായത് ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ ചോദിക്കത്തില്ലേ? 5000 പേരുണ്ട്, 5 അപ്പമുണ്ട്, ഇതുകൊണ്ട് എന്താകാനാണ്? സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തെ അഭിസംബോധന ചെയ്തെന്ന് ഓർക്കണം. അതാണ് കർത്താവ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. അവിടെ പോയി പണിയെടുത്ത് രാത്രിയും പകലും പണിയെടുത്ത് ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇങ്ങനെയാണെങ്കിലും നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങൾക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ ഒരു സൊല്യൂഷനുണ്ട്. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്, സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കും. കൈയ്യടിച്ച് കർത്താവ് കണ്ടല്ലേ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിനക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്,
ഞങ്ങളുടെ ജീവിതത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പകൽ പണിയില്ലാത്തത് കൊണ്ടാണ് രാത്രി പണിക്ക് പോയത്. രാത്രിയും പണിയില്ലാത്തപ്പോൾ കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിനക്കും അറിയാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. വിത്ത് ഹാർപ്പ് ആൻഡ് വിത്ത് ഹാർപ്പ് ഐ സോൾവ് മൈ പ്രോബ്ലം. ദാവീദ് പറഞ്ഞതാണ്, ഉടമ്പടിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞതാണ്. കിന്നനാഥത്തിൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുളറിയും. ശ്രദ്ധിക്കട്ടെ, take the word of God. Hallelujah, 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 hallelujah. യേശുവേ നന്ദി, hallelujah, 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 hallelujah. യേശുവേ ആരാധന. സങ്കീർത്തനം 49:4. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. ആണ് ദൈവത്തിൻ്റെ വചനത്തിന്, ഞാൻ ചെയ്യാനുള്ള വചനത്തിന് വേണ്ടി ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, എനിക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ സുഭാഷിതങ്ങൾക്ക് ഞാൻ ചെവി ചായ്ക്കും. നീ പറഞ്ഞത് കൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് പരിഹാരം കാണും. അതാണ് ഉടമ്പടിയുടെ അന്തസത്ത. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. എൻ്റെ മക്കളെ സന്തോഷത്തോടെ തലയിൽ കൈവച്ച്, നിങ്ങളുടെ വേണ്ടി മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് എത്തിച്ചേരാൻ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വലിയ സാക്ഷികളായി നിങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനാദം പോലെ സ്തുതിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും, ഇവിടെ ആയാലും ഓൺലൈനായാലും, അവരെല്ലാവരെയും കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, അസ്ഥികളിലും, പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. പസ്തി രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കൈയെടുക്കരുത്, ഓൺലൈനിലുള്ളവർ കൈയെടുക്കരുത്. കർത്താവേ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾക്ക് അത് നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിനക്കൊന്നും കിട്ടിയില്ലെന്ന് അപ്പോസ്തലന്മാർക്ക് അനുഭവം കൊണ്ടറിയാം. അങ്ങയ്ക്ക് ദൈവികമായ ബോധത്തിലറിയാം. എങ്കിലും കർത്താവേ, വചനം പറയുന്നു, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട്, അതുപോലെ ജീവിച്ചുകൊണ്ട് കർത്താവേ, വിത്ത് ഹാർപ്പ് ഐ ഷാൽ സോൾവ് മൈ പ്രോബ്ലം. എൻ്റെ ജീവിതത്തിൻ്റെ അകമ്പടിയെ, ജീവിതത്തിൻ്റെ കടങ്കഥയുടെ പൊരുളറിയാൻ എൻ്റെ വചനം, സുഭാഷിതങ്ങൾക്ക്, ദൈവവചനങ്ങൾക്ക് ഞാൻ ചെവി കേൾക്കുകയും ചെവി ചായ്ക്കുകയും അതനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വചനം ജീവിതം നിറവേറ്റിക്കൊണ്ട് കർത്താവെ, അത് നിറവേറ്റാൻ ആവശ്യമായ ബുദ്ധിയും സത്യവും മ്ലാനവതരണം വിട്ടുകൊണ്ട് കണ്ണ് തുറന്ന എമ്മാമൂസ് ശിഷ്യന്മാരെ പോലെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, കടങ്ങൾ പോലുള്ള ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ജീവിതത്തിന്റെ കടലുകൾക്ക് ദൈവിക പരിഹാരം ഉണ്ടാകാൻ ആത്മാവ് അഭിഷേകം നൽകട്ടെ. ശുദ്ധിക്കട്ടെ. സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. അറിയിപ്പുകൾ. അപ്പം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, കൃപാസനത്തിൽ അച്ഛനുണ്ടായാൽ ഇല്ലെങ്കിലും അതൊരു കഥയല്ല. കാര്യം ഇവിടെ എല്ലാവരുടെ കാര്യം നോക്കുന്നത് അമ്മയാണ്, പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടാകും, എല്ലാ ദിവസവും പുതുക്കാൻ പറ്റും, എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ പറ്റും. നിങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗുരുതരമായ ചില അവസ്ഥയിലുള്ളവർ അച്ഛൻ വരുമ്പോൾ കാണും, അത് വരുമ്പോൾ തീർച്ചയായിട്ടും കാണാം. പക്ഷേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടിക്കും ഉടമ്പടിയുടെ സാക്ഷ്യ ജീവിതത്തിനും വേണ്ടിയാണ്. അതിവിടെ അച്ഛൻ മരിച്ചാലും മാതാവ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കൃപാസനം ചെയ്യുകയുള്ളൂ. കാര്യം അമ്മ മാതാവ് ജീവനുടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യമാണ് ഇവിടെ ജനങ്ങൾ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും അടയാളത്തോടെ അഭിഷേകമായി ജീവിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ദൈവം അത് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ ആശ്രയിച്ച് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും എല്ലാ വിഷയങ്ങളെയും അതിജീവിക്കണം. കൃപാസനം ഇപ്പം നിങ്ങൾക്ക് ഈ ധ്യാനം കേൾക്കുന്നവരെ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് പത്രം തർജ്ജമ ചെയ്ത് തരാൻ കഴിയുന്നത് അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പര് നിങ്ങൾക്ക് അതിലേക്ക് ബന്ധപ്പെടേണ്ടതാണ്.